പത്തനംതിട്ട ഇലന്തൂരിലെ ഷിബു എന്ന യുവാവിന് എന്താണ് സംഭവിച്ചത്? ഷിബുവിനെ കാണാതായി ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസിന് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കടാവർ നായ്ക്കളെ എത്തിച്ച് ഷിബുവിനെ കാണാതായ സുഹൃത്തിൻ്റെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും സൂചനകളൊന്നുമില്ല. ഇയാളുടെ സുഹൃത്ത് അനീഷിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മെയ് 31 രാത്രിയിലാണ് ഷിബുവിനെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും കാണാതാകുന്നത്. തിരോധാനത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് കുടുംബത്തിന്റെ പരാതി. മെയ് 31 രാത്രിയിലാണ് പത്തനംതിട്ട ഇലന്തൂർ വാര്യാപുരം സ്വദേശി 43-കാരനായ ഷിബുവിനെ കാണാതാകുന്നത്. തടിപ്പണിക്കായി വീട്ടിൽ നിന്ന് പോയ ഷിബുവിന്റെ സ്കൂട്ടർ വാര്യാപുരത്ത് കണ്ടെത്തിയിരുന്നു. തുടർന്ന് കുടുംബം നൽകിയ പരാതിയിലാണ് രാത്രി സുഹൃത്ത് അനീഷിന്റെ വീട്ടിൽ ഷിബു ഉണ്ടായിരുന്നതായി വിവരം ലഭിക്കുന്നത്. പിന്നീട് പുലർച്ചെ ഷിബുവിനെ കാണാതായതായി സുഹൃത്ത് അനീഷ് നൽകിയ വിവരം മാത്രമാണ് വീട്ടുകാർക്കുള്ളത്. 31 ഞായറാഴ്ച രാവിലെ 7 മണിയായപ്പം ജോലിക്കായിട്ട് വീട്ടിൽ നിന്ന് പോയതാണ്. അന്നാണ് നമ്മൾ അവസാനമായിട്ട് കാണുന്നത്. തിങ്കളാഴ്ച 9:30 ആയപ്പോഴത്തേനും ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. നമുക്ക് വിളിച്ചു ചോദിക്കാൻ ആളുടെ കയ്യിൽ ഒരാഴ്ചയായിട്ട് ഫോൺ ഇല്ലായിരുന്നു. അത് കാരണം രാവിലെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെ ഈ തലേ ദിവസം പണിക്ക് വിളിക്കാൻ വന്ന ആളെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞു ഇതുവരെ ഞാനും കണ്ടിട്ടില്ല, ഒരറിവും ഇല്ല എന്ന് പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു എന്നാൽ പോലീസിൽ പരാതി പെടട്ടെ, 2 ദിവസം വരെ ആയില്ലേ, നമ്മുടെ വീട് വിട്ടെങ്ങും മാറി നിൽക്കുന്ന ആളല്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആറന്മുള സ്റ്റേഷനിൽ പരാതി കൊടുക്കുക ചെയ്തു. ഷിബുവിന്റെ തിരോധാനത്തിൽ കുടുംബം നൽകിയ പരാതിയിലാണ് ആറന്മുള പോലീസ് കടാവർ നായ്ക്കളെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയത്. അനീഷിന്റെ വീട്ടിലും സമീപ പ്രദേശങ്ങളിലും 2 മണിക്കൂറോളം പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഷിബുവിന്റെ കൈവശം ഫോണില്ലായിരുന്നതും അന്വേഷണത്തിന് പ്രതികൂലമാണ്. അനീഷിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.